കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ ദമ്പതികൾ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കുമെതിരെ മൊഴി നൽകിയത്. ഇതിനൊപ്പം നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലും എത്തി. സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ചെത്തിയ നടൻ എന്നു മാത്രമാണ് ആദ്യം വിൻസിയുടെ പരാതിയിലുണ്ടായിരുന്നത്. താരസംഘടനയ്ക്ക് നൽകിയ പരാതിയിൽ ആ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്നും വെളിപ്പെടുത്തി. സിനിമയെക്കുറിച്ച് കാലങ്ങളായുള്ള പൊതുബോധ്യത്തിൽപ്പെട്ടതാണ് ഈ ലഹരി ഉപയോഗം. പക്ഷേ നിയമവിരുദ്ധമായ ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ച് ആരും തുറന്നു പറയാറില്ല. തുറന്നു പറയുന്നവർ തന്നെ ലഹരി സർഗാത്മകതയുടെയും പ്രതിഭയുടെയും ഭാഗമാണെന്നൊക്കെയാണ് ന്യായീകരിക്കാറ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സിനിമയ്ക്ക് വേണ്ടത് ലഹരിക്കാരെ അല്ല, ലഹളക്കാരെ. സിനിമയും സിനിമാക്കാരും പൊതുസമൂഹത്തിന്റെ കൂടി ഭാഗമാണ്. അവർ കൂടി അറിയേണ്ട ഒരു കണക്കുണ്ട്. 2016 കേരളത്തിൽ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ് സബ്സ്റ്റൻസസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5924 കേസുകൾ മാത്രമായിരുന്നു. 2023 കേസുകളുടെ എണ്ണം 30,697 ഇനി 2024 അത് 27,530. ഈ വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രമായി 6,906 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 2016 ആകെ ഉണ്ടായിരുന്ന കേസുകളേക്കാൾ കൂടുതലാണ് ഈ വർഷത്തെ ആദ്യ 2 മാസം മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൊക്കൈൻ മുതൽ ഹൈബ്രിഡ് കഞ്ചാവ് വരെയുണ്ട്. മെത്താംഫെറ്റമിനും മറ്റ് ഗുളികകളുമുണ്ട്. ഇഞ്ചക്ഷനുകൾ തരാതരമുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും മൂത്രപ്പുരകളിൽ നിന്നും കണ്ടെടുക്കുന്ന ലഹരികളുടെ നിരവധി കേസുകളുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ MDMA അകത്താക്കി കൂലിത്തല്ലിന് പോയ കേസുണ്ട്. പ്രായപൂർത്തിയാകാത്തവർ എന്ന പേരിൽ ലഹരി കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണം 10 മടങ്ങ് ഉയർന്നിട്ടുമുണ്ട്. 18 വയസ്സാകും മുൻപ് ലഹരി കേസിൽ ഉൾപ്പെടുന്നവരിൽ സിനിമാക്കാരുടെയും ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ മക്കളുണ്ട്. പല കേസുകളും നന്നാകാനുള്ള അവസരം എന്ന പേരിൽ മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമായ ലഹരി ഉപയോഗിക്കുന്ന കേസുകളുടെ കണക്കാണെങ്കിൽ അബ്കാരി ആക്ടിലെ കേസുകളുണ്ട്. 2016 രജിസ്റ്റർ ചെയ്തത് 65,046 കേസുകളായിരുന്നുവെങ്കിൽ 2024 എണ്ണം 81,754 ഉയർന്നു. ഈ ലഹരി ഉപയോഗം വളരുന്നത് സിനിമ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് ചോദിക്കും. പക്ഷേ ലഹരി ഉപയോഗിക്കുന്നത് ഹീറോയിസം ആണെന്ന് തോന്നിപ്പിക്കുന്ന 2-3 ഡസൻ സിനിമകളെങ്കിലും വർഷാവർഷം പുറത്തിറങ്ങുന്നുണ്ട്. സമൂഹത്തിലുള്ളതൊക്കെ സിനിമയിലും കാണും എന്ന് പറഞ്ഞല്ല ഈ പാതകത്തെ ന്യായീകരിക്കേണ്ടത്. സിനിമയിലുള്ളതൊക്കെ സമൂഹത്തിലുള്ളവർ അനുകരിക്കും എന്ന പച്ച പരമാർത്ഥമാണ് അംഗീകരിക്കേണ്ടത്. സിനിമ പ്രതിഭകളുടെ ധാരാളിത്തമുള്ളവരുടെ ഇടമാണ്. അതോടൊപ്പം തന്നെ അവർ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗവുമാണ്. നിരോധിത ലഹരി ഉപയോഗിച്ച് ഏതു വിക്രസം കാണിക്കുന്നതിനെ അല്ല അഭിനയം എന്ന് പറയുന്നത്. സെറ്റിലെ ജോലി കഴിഞ്ഞാൽ സ്വന്തം മുറിയിലോ ബാറിലോ പോയി അനുവദനീയമായ ലഹരി കഴിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. സ്വന്തം ശരീരത്തിന് ദോഷം ചെയ്യുമെങ്കിലും അതിനെ തടയാൻ ആർക്കും കഴിയില്ല. എന്നാൽ സെറ്റിൽ വെച്ച് അനുവദനീയമായതും കഴിക്കാൻ ആർക്കും കഴിയില്ല. നിരോധിത ലഹരികൾ കൊണ്ടു നടക്കുന്നവരെ തൂക്കിയെടുത്ത് ജയിലിലിടുകയാണ് വേണ്ടത്. അവരുടെ ചിത്രങ്ങൾ സിനിമാ പോസ്റ്ററുകളിലല്ല, സ്റ്റേഷനുകളിലെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലാണ് ഉണ്ടാകേണ്ടത്. സിനിമ ഉൾപ്പെടെ ഏതു കലാരൂപത്തിനും വേണ്ടത് വിപ്ലവകരമായ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്ന ലഹളക്കാരെയാണ്. ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നത് സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണ്, സർഗാത്മകമായ ലഹളയല്ല. നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായത് 10 വർഷം മുൻപുള്ള കൊക്കൈൻ കേസിലാണ്. സാങ്കേതികമായി കുറ്റവിമുക്തനായെങ്കിലും ആ കേസിലെ വിധിയിൽ മുഴുവൻ പോലീസിനെ കണക്കൊറ്റ് വിമർശിക്കുകയാണ് കോടതി ചെയ്തത്. പോലീസ് ബോധപൂർവം വരുത്തിയ പിഴവുകളാണ് പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നതിലേക്ക് എത്തിയതെന്ന് തന്നെ പറയാതെ പറയുന്നുണ്ട് ആ വിധി. പ്രതികൾ താമസിച്ച കെട്ടിടത്തിൽ നിന്നും മാത്രമല്ല, പ്രതികളുടെ ശരീരത്തിൽ നിന്ന് വരെ കൊക്കൈൻ കണ്ടെത്തി. പക്ഷേ ലഭിച്ചത് പ്രതികളിൽ നിന്നാണെന്ന് തെളിയിക്കാൻ പോലീസിനായില്ല. വമ്പന്മാർ ഉൾപ്പെട്ട ലഹരി കേസുകളിലൊക്കെ പോലീസ് രക്ഷാമാർഗം ഒരുക്കുന്നത് ഇങ്ങനെയാണ്. തികച്ചും സാങ്കേതികമായ കാരണങ്ങളാലാണ് പ്രതികൾ കുറ്റവിമുക്തരാക്കുന്നത്. ലഹരി കേസിൽ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ വേണം തെളിവ് കണ്ടെടുക്കാൻ. വനിതാ മോഡലിന്റെ കയ്യിൽ നിന്നും കൊക്കൈൻ കണ്ടെടുക്കുമ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നില്ല. സാങ്കേതികമായ ഈ പിഴവാണ് പ്രതികളിൽ നിന്ന് ലഹരി കണ്ടെത്തി എന്ന് സ്ഥാപിക്കുന്നതിൽ പിഴവുണ്ടാകാനുള്ള കാരണം.
പോലീസിനൊപ്പം ഉണ്ടായിരുന്നത് പുരുഷ ഗസറ്റഡ് ഓഫീസർ ആയിരുന്നു. വനിതയുടെ ദേഹപരിശോധനയ്ക്ക് ഇദ്ദേഹത്തിന് സാക്ഷിയാകാൻ കഴിയില്ല എന്നതിനാൽ ലഹരി കണ്ടെടുത്തു എന്ന വാദം തന്നെ സാങ്കേതികമായി റദ്ദായി. ഇങ്ങനെയാണ് പ്രതികൾ കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. തുറമുഖങ്ങളാണ് എല്ലാത്തരം സംസ്കാരങ്ങളും നങ്കൂരമിടുന്ന സ്ഥലം. ഇന്ത്യയിൽ മുംബൈയെ പോലെയാണ് കേരളത്തിൽ കൊച്ചിയും. ഫാഷനുകൾ മാത്രമല്ല ഇവിടെ ആദ്യം എത്തുന്നത്, ലഹരി കൂടിയാണ്. കൊച്ചി തീരക്കടലിൽ ഒരു വർഷത്തിനിടയിൽ 2 തവണയാണ് കപ്പലുകളിൽ നിന്നും വൻതോതിലുള്ള ലഹരി പിടികൂടിയത്. കൊച്ചി ഇപ്പോ ആഗോള ഇന്റർനെറ്റ് ശൃംഖലയിലെ കേബിളുകളുടെ ലാൻഡിംഗ് പോയിന്റ് മാത്രമല്ല, ലഹരിയുടെയും ഹബ്ബാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ലഹരി കടത്തുന്നത് മുൻപ് കരമാർഗവും വിമാനമാർഗവുമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് കടൽ മാർഗമാണ്. സിനിമാ സെറ്റുകളിൽ വ്യാപകമായി എത്തിയ ഗ്ലോ ആൻഡ് ലവ്ലി ക്രീം പാകിസ്ഥാനിൽ നിർമ്മിച്ച് UAE വഴി ഇന്ത്യയിലെത്തിയതായിരുന്നു. ഇതിന്റെ 1,14,624 പൗച്ചുകളാണ് കഴിഞ്ഞ വർഷം DRI പിടിച്ചെടുത്തത്. രാജ്യാന്തര കൊറിയർ കമ്പനി വഴി സിനിമാ സെറ്റുകളിലേക്ക് വാങ്ങുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ ഡപ്പികളിൽ ലഹരിയുണ്ടെന്ന് കണ്ടെത്തിയതും കഴിഞ്ഞ വർഷമാണ്. ഒരു കേസിൽ കുറ്റവിമുക്തനാവുകയും 2 കേസുകളിൽ പുതിയതായി കുറ്റാരോപിതനാവുകയും ചെയ്ത ഷൈം ടോം ചാക്കോയിലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയ ശ്രീനാഥ് ഭാസിയിലും അവസാനിക്കുന്നതല്ല സിനിമയുടെ ഈ ലഹരി ബന്ധം. അത് പൊളിച്ചു നിരത്തണമെങ്കിൽ വിൻസി അലോഷ്യസിനെ പോലെ കൂടുതൽ സിനിമാ പ്രവർത്തകർ സധൈര്യം മുന്നോട്ട് വരിക തന്നെ വേണം. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.